മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമങ്ങളോട് പുറത്തു പോകാനായിരുന്നു മന്ത്രിയുടെ ആജ്ഞ. മാധ്യമങ്ങളെ പുറത്താക്കണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഗസ്റ്റ് ഹൌസ് പ്രതിനിധികൾ പറഞ്ഞു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? ജനങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇതൊക്കെ? ഇത് തന്നെയാണോ പിന്നില്ല? അതായത് ജീവനക്കാരൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസത്തെ മാത്രമാണോ അതോ സാറേ ഇന്ന് മാത്രമാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? അതെനിക്കറിയില്ല. എന്തായാലും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. സാറേ എന്തായിരുന്നു പുള്ളി അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? അല്ല, മാധ്യമപ്രവർത്തകരോട് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞോളൂ സാർ. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്നാണ് കൽപ്പന. അതെ, ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലുള്ള ജീവനക്കാരോടും ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. മന്ത്രി പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രിയാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്ക് അങ്ങനെ പറയാനില്ലെങ്കിൽ ഈ പുറകെ നടന്ന് ചോദിക്കേണ്ട. അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ പാർലമെന്റിലാണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ഇപ്പോഴും ഇതിനു മുൻപും ഒക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സമനില വീണ്ടെടുക്കുന്നത് വരെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ പോകണ്ട എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരും സ്വീകരിക്കേണ്ട നിലപാടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ഇന്നലത്തെ കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാം. ജബൽപൂരിനെ കുറിച്ചാണ്. അദ്ദേഹത്തിനോടല്ലേ ചോദിക്കാൻ? അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉണ്ടാകും. മലയാളിയായ ഫാദറിനാണ് അവിടെ മർദ്ദനമേറ്റത്. ചോദ്യങ്ങൾ ഉണ്ടാകില്ലേ മാധ്യമപ്രവർത്തകർക്ക്? പക്ഷെ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ആരാണെന്ന് ഓർക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ എവിടെ നിന്നോ കിട്ടിയ ഒരു മുണ്ട് തോളയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു തമ്പുരാൻ മറ്റേ താഴെ നിൽക്കുന്ന മനുഷ്യരോട് ആജ്ഞാപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക് ഒരു മന്ത്രി, നമ്മുടെ നാട്ടിലെ മന്ത്രി, ജനമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോൾ ഈ ജനത്തിന്റെ ഭാഗം തന്നെയാണ് മന്ത്രിയും. അത് അദ്ദേഹത്തിന് മറന്നുപോയോ എന്നറിയില്ല. ഏതായാലും മാധ്യമപ്രവർത്തകരും ഇങ്ങനെ പുറകെ നടന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്തേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങൾ റിയ ബേബി നൽകും. റിയ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരായാനായിരിക്കും മാധ്യമപ്രവർത്തകർ പോയത്? അദ്ദേഹം ഒന്നും സംസാരിക്കുന്നത് കാണുന്നില്ല. നേരിട്ട് ശരിക്കും മാധ്യമപ്രവർത്തകരോട് എന്തെങ്കിലും പറഞ്ഞോ? രാജീവ്, ഇക്കാര്യത്തിൽ സംഭവിച്ചത് രാവിലെ 10 മണിയോടുകൂടി സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൗസിലെത്തുന്നു. മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് ജബൽപൂർ വിഷയത്തിൽ ഇന്നലെ ഉണ്ടായ പ്രതികരണങ്ങളും അതിന്റെ തുടർ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. ആ കാര്യങ്ങളോട് കേന്ദ്രമന്ത്രി പ്രതികരിക്കാതെ അകത്തേക്ക് കയറി പോകുന്നു. പിന്നാലെ ഞാൻ ഉൾപ്പെടെയുള്ള ഏതാനും ചില മാധ്യമങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ചില മാധ്യമപ്രവർത്തകർ ഇവിടെ തുടരുകയും ചെയ്തു. അവർ ലൈവും മറ്റും കൊടുക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഇവിടെ തുടരുന്നതിന്, അതിനാൽ പുറത്തു പോകണമെന്ന് പറഞ്ഞ് അവരെ ഗസ്റ്റ് ഹൗസിനകത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന റിസപ്ഷൻ ഏരിയയാണ്, അവിടെയാണ് സാധാരണ മാധ്യമപ്രവർത്തകർ ഇരിക്കാറുള്ളത്, അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ പുറത്തേക്ക് ജീവനക്കാർ മാറ്റിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നടപടി എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു നിങ്ങളെ മാറ്റണമെന്നായിരുന്നു അവർ പറഞ്ഞ മറുപടി. പിന്നീട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ജീവനക്കാരൻ അവസാനം പറയുന്നുണ്ട് കേന്ദ്രമന്ത്രിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, അതുകൊണ്ട് മാറ്റാൻ പറയും. ഇത്രയും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്ത് ചോദ്യങ്ങളാണ് നമ്മൾ അവിടെ ചോദിച്ചത്? ആര്യ, ഒരു കാര്യം കൂടി അതിലൊരു വ്യക്തത വരുത്തിക്കോട്ടെ. സുരേഷ് ഗോപി പറഞ്ഞതല്ല, സുരേഷ് ഗോപിയുടെ ഗൺമാനാണ് മാധ്യമപ്രവർത്തകരോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടതെന്നാണ് അവസാനം ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ പറഞ്ഞത്. അത് ഒരു ഗൺമാൻ പറയണമെങ്കിൽ അത് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ട് തന്നെയാകും. ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇന്നലത്തെ ജബൽപൂർ വിഷയവും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ച സംഭവങ്ങളൊക്കെ ബന്ധപ്പെട്ട് മുനമ്പം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരിൽ ചിലർ മടങ്ങുകയും ചെയ്തു. തുടർന്ന് ലൈവുകൾക്കും മറ്റുമായി ഇവിടെ ഉണ്ടായിരുന്ന ചില മാധ്യമ പ്രവർത്തകരെയാണ് സുരേഷ് ഗോപിയുടെ ഗൺമാൻ നിർദ്ദേശിച്ചു ഇവിടെ തുടരരുത്, അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തു പോകണമെന്ന് പറഞ്ഞൊരു കടക്ക് പുറത്ത് സമീപനം ഗസ്റ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് വന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ അവർ വിശദീകരണം പറയുന്നത് സുരേഷ് ഗോപിയുടെ ഗൺമാൻ ആവശ്യപ്പെട്ടത് പ്രകാരം തങ്ങളുടെ ജോലി ചെയ്തു എന്നതാണ് ഗസ്റ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്.